ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. ഓം ശ്രീരാമചന്ദ്രായ നമഃ. ഓം രഘുനന്ദനായ. രാമായണമണി എന്ന പരിപാടിയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് 24ാമത്തെ ദിവസമാണ്. ഇന്ന് തിങ്കളാഴ്ചയാണ്. ഈ 24ാമത്തെ ദിവസം നമ്മൾ ചർച്ച ചെയ്യപ്പെടുന്നത്, നമ്മൾ ഇന്നലെ പറഞ്ഞ സുഗ്രീവനെ രാജ്യാഭിഷേകം ഒക്കെ നടത്തിയതിനു ശേഷം സുഗ്രീവൻ ഇങ്ങനെ രാജ്യഭാരം എല്ലാം തുടർന്ന് ഇത്രയും കാലം അനുഭവിച്ച വിഷമങ്ങൾക്കും വേദനകൾക്കും പരിഹാരമായല്ലോ എന്ന് വിചാരിച്ച് സ്വസ്ഥമായിട്ട് രാജ്യഭരണം നടത്തി സന്തോഷത്തോടു കൂടി ഇതുവരെ അനുഭവിക്കാത്ത സുഖസൗകര്യങ്ങൾ വീണ്ടും വീണ്ടും അനുഭവിച്ചുകൊണ്ട് അദ്ദേഹം വളരെ സന്തോഷമായിട്ട് മതിമറന്ന് മദാലസമായിട്ട് തന്നെ മദ്യത്തിന്റെ സേവ തന്നെ തുടങ്ങി അദ്ദേഹം ജീവിക്കുന്ന സമയത്ത് അങ്ങകലെ തൻ്റെ ഭാര്യയുടെ വിരഹം ഭഗവാനിൽ വളരെയധികം വിഷമങ്ങൾ ഉണ്ടാക്കി. പറയുന്നുണ്ട്, രാത്രിയിലെ ചന്ദ്രന്റെ സൂര്യകിരണങ്ങൾ പോലും എനിക്ക് വളരെ അസ്വസ്ഥമുണ്ടാക്കുന്നു ലക്ഷ്മണ. വളരെയധികം എല്ലാവർക്കും സന്തോഷമുളവാക്കുന്ന കാര്യമാണ് ചന്ദ്രന്റെ നിലാവ് എന്ന് പറയുന്നത്. ആ നിലാവ് പോലും എനിക്ക് വളരെയധികം വിഷമങ്ങൾ ഉണ്ടാക്കുന്നു ലക്ഷ്മണ. അതുകൊണ്ട് എനിക്ക് സീതാദേവിയുടെ അസാന്നിധ്യം എനിക്ക് വളരെയധികം അസ്വസ്ഥത ഉണ്ടാക്കുന്നു എന്ന് തൻ്റെ സഹോദരന്റെ വാക്കുകൾ കേട്ടിട്ട് ലക്ഷ്മണൻ പറയുന്നുണ്ട്, രാജ്യഭരണം കിട്ടിയതിനു ശേഷം സുഗ്രീവൻ നമ്മളെ സഹായിക്കാമെന്ന് പറഞ്ഞതാണ്. പക്ഷേ ഇത്രയും കാലമായിട്ടും സുഗ്രീവന്റെ ഒരു അനക്കവും പോലും ഉണ്ടാകുന്നില്ല. അതുകൊണ്ട് അങ്ങയുടെ അനുവാദം എനിക്കുണ്ടാകണം. ഞാൻ പോയി സുഗ്രീവനോട് സംസാരിക്കട്ടെ. സുഗ്രീവനോട് പറഞ്ഞിട്ട് അത് എത്രയും വേഗം യുദ്ധത്തിനുള്ള കാര്യങ്ങൾ തയ്യാറെടുക്കാൻ പറയാം. ഇല്ലെങ്കിൽ അവൻ വധാർഹനാണെങ്കിൽ അവനെ വധിച്ചു തന്നെ കാര്യങ്ങൾ ചെയ്യും. അതിനകത്ത് യാതൊരു സംശയവുമില്ല ഭഗവാനെ എന്ന് പറഞ്ഞുകൊണ്ട് സുഗ്രീവന്റെ അടുക്കിലേക്ക് പോവുകയാണ്. അപ്പോൾ ശ്രീരാമചന്ദ്രൻ പറഞ്ഞു വിടുന്നുണ്ട്, ഒരിക്കലും എന്റെ സുഹൃത്തായിരിക്കുന്ന സുഗ്രീവൻ വധാർഹനല്ല. നീ അവനെ ഒന്ന് ഭയപ്പെടുത്തുകയാകാവൂ. ബാലിയെ പോലെ നിനക്കും ഉണ്ടാകാം അങ്ങനെ ഒരു സന്ദർഭം എന്ന് നീ ഒന്ന് ഓർമ്മിപ്പിക്കുക എന്ന് മാത്രം പറഞ്ഞു. അങ്ങനെ ശ്രീരാമചന്ദ്രൻ സുഗ്രീവന്റെ രാജസന്നിധിയിലെത്തുന്നു. അങ്ങനെ രാജസന്നിധിയിൽ എത്തിയതിന് ശേഷം സുഗ്രീവൻ ലക്ഷ്മണൻ ഇങ്ങനെയാണ് വരുന്നത് എന്ന് മനസ്സിലാക്കിയ ലക്ഷ്മണൻ ഇങ്ങനെയാണ് എത്തിയതെന്ന് മനസ്സിലാക്കിയ സുഗ്രീവൻ ഒരിക്കൽ താരയോട് പറയുന്നുണ്ട്, ഭാര്യയോട്, നീ ഒരു കാര്യം ചെയ്യൂ, ഉടൻ തന്നെ ചെന്ന് ലക്ഷ്മണനെ കണ്ടിട്ട് മക്കളോടും പറയുന്നുണ്ട്, നിങ്ങളും പോയി തൊഴുതു കൈകളോടുകൂടി ബഹുമാനത്തോടുകൂടി അദ്ദേഹത്തെ കൊണ്ടുവന്ന് എല്ലാം വളരെയധികം കോപിച്ച് കൊണ്ടാണ് വരുന്നത്. കാരണം ഞാനിങ്ങനെ രാജ്യഭരണം എല്ലാം നടത്തിക്കൊണ്ടിരുന്നപ്പോൾ ഒരു ദിവസം എന്നോട് ഹനുമാൻ വന്ന് പറഞ്ഞിരുന്നു, കാരണം അങ്ങ് ഇങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത് എങ്കിൽ ചെയ്യുന്ന കാര്യം അങ്ങേക്ക് അലോഹ്യമുണ്ടാകുന്ന ഒരു കാര്യം ഞാൻ ചൊല്ലിടാം. നമ്മൾ വാക്ക് പറഞ്ഞിരുന്നതാണ് ശ്രീരാമചന്ദ്രനോട്, നമ്മളെ സഹായിച്ചാൽ തിരികെ നമ്മൾ സഹായിക്കുമെന്ന്. പക്ഷെ നമ്മളിപ്പോൾ അതൊന്നും ചെയ്യുന്നില്ല. അതൊന്നും ചെയ്യാതെ നിൽക്കുന്നത് തെറ്റാണ്. അങ്ങയുടെ ഭാഗത്ത് തെറ്റുകളുണ്ട് എന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തപ്പോഴാണ് സുഗ്രീവന് കാര്യം മനസ്സിലായത്. സുഗ്രീവൻ ഉടനെ പറയുന്നുണ്ട് ഹനുമാൻ സ്വാമിയോട്, വളരെയധികം സന്തോഷമുണ്ട് ഹനുമാൻ, കാരണം നിന്നെ പോലൊരു മന്ത്രിയെയാണ് എനിക്ക് കിട്ടിയത്. ചെയ്യുന്ന കർമ്മങ്ങൾ ചെയ്യുമ്പോൾ രാജാവാണെങ്കിലും തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുന്ന ഒരു മന്ത്രി ഉണ്ടെങ്കിൽ ആ രാജാവിന് മറ്റൊന്നും പേടിക്കേണ്ട കാര്യമില്ല. അതുകൊണ്ട് ഇതാ ലക്ഷ്മണൻ വരുന്നത് കോപിച്ചു തന്നെയാണെന്ന് തോന്നുന്നു. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും കൂടി പോയി അദ്ദേഹത്തിന്റെ ദേഷ്യത്തെ ഒന്ന് മാറ്റിക്കൊണ്ട് വേണം കൊണ്ടുവരാൻ എന്ന് പറയുന്നു. അപ്പൊ അങ്ങനെ എല്ലാവരും കൂടി ചെന്ന് ലക്ഷ്മണനെ സ്വീകരിച്ചു കൊണ്ടുവന്ന് അദ്ദേഹത്തിന്റെ വാക്കുകളെല്ലാം കേട്ടിട്ട് സുഗ്രീവൻ പറയുന്നുണ്ട്, എന്റെ സകല പടകളോട് കൂടി ഞാനും ഇതാ ശ്രീരാമചന്ദ്രന്റെ അടുക്കലേക്കായിട്ട് വരുന്നു. അവിടെ വന്ന് നമുക്ക് അദ്ദേഹത്തോട് നേരിട്ട് കാണാം. എന്തെങ്കിലും ഒരു ഭാഗത്ത് കുറ്റങ്ങൾ ഉണ്ടെങ്കിൽ നമുക്കത് ക്ലിയർ ചെയ്യാം. എൻ്റെ ഭാഗത്ത് തെറ്റുകൾ ഉണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് നമുക്ക് ഭഗവാന്റെ അടുക്കിലേക്ക് ചെന്ന കാര്യങ്ങളൊക്കെ ശ്രീരാമചന്ദ്രൻ നൽകിയതാണ് എനിക്ക് ഈ രാജ്യം, ഈ രാജ്യഭരണം, ഈ സുഖങ്ങൾ, സൗകര്യങ്ങളെല്ലാം. അതുകൊണ്ട് ഇവയെല്ലാം അദ്ദേഹത്തിന് തന്നെ അവകാശപ്പെട്ടതാണ്. അതുകൊണ്ട് നമുക്ക് ഒന്നിച്ച് എല്ലാവർക്കും കൂടി ശ്രീരാമചന്ദ്രന്റെ അടുക്കിലേക്ക് പോകാം എന്ന് പറഞ്ഞ് എല്ലാവരും കൂടി ശ്രീരാമചന്ദ്രന്റെ അടുക്കിലേക്ക് പോകുന്നു. ശ്രീരാമചന്ദ്രൻ അടുക്കൽ ചെന്നിട്ട് സുഗ്രീവൻ പറയുന്നുണ്ട്, അങ്ങേക്ക് വേണ്ടിയിട്ട് സകല കാര്യങ്ങൾ ചെയ്യാനായിട്ട് എൻ്റെ സകല പടകളോട് കൂടിയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്.
നിങ്ങൾക്കറിയാമോ, മഹാപരാക്രമശാലികളായിരിക്കുന്ന നമ്മുടെ മന്ത്രിയാണ് നീലൻ, ഗജന, ഗവയൻ, ഗവാക്ഷൻ, മൈദന, വിവിധന, മാരുതിയുടെ പിതാവായിരിക്കുന്ന കേസരി, പ്രമാധി, ശരഭൻ, സുഷേണൻ, സുമുഖൻ, ദന്തിമുഖൻ, ദുർമുഖൻ, ശ്വേതൻ, വലിമുഖൻ, ഗന്ധപാതൻ എന്ന് തുടങ്ങി എത്ര പേരുണ്ടെന്നറിയാമോ? താരന, വൃഷഭന, നളന, വിനരന, അതോടൊപ്പം തന്നെ താരയുടെ പുത്രനായിരിക്കുന്ന അംഗദന, അങ്ങനെ എല്ലാവരും ഇതാ അങ്ങയുടെ അടുക്കലേക്ക് വന്നിരിക്കുന്നു. ഒരു കാര്യം ചെയ്യും, നമുക്ക് ഇന്ന് തന്നെ തുടങ്ങാം. ശ്രീരാമചന്ദ്രന്റെ ഏറ്റവും ധർമ്മപത്നിയായിരിക്കുന്ന സീതാദേവി അന്വേഷിക്കാനായിട്ട് അംഗദനും ജാമ്പവാനും മൈന്ദനും വിവിധനും നളനും ശരഭനും സുഷനും എന്നിവരും വായുപുത്രനായിരിക്കുന്ന ഹനുമാനെ കൂട്ടി നിങ്ങൾ തെക്ക് ഭാഗത്തേക്ക് പോകുന്നു. ഏറ്റവും പ്രശസ്തരായിട്ടുള്ളവരെ തെക്ക് ദിക്കിലേക്ക് പോകാവൂ. 30 ദിവസം കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് തിരിച്ചെത്തണം. 30 ദിവസം കഴിഞ്ഞ് വരുന്നവർ സത്യമായും ശ്രീപരമേശ്വരൻ സത്യമായും വധശിക്ഷ അനുഭവിക്കും. കാരണം നിങ്ങൾ പോയിട്ട് വരുന്ന കാര്യം സാധിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് വധശിക്ഷയാണ് നൽകുന്നത് എന്ന സുഗ്രീവന്റെ ആജ്ഞ സ്വീകരിച്ചുകൊണ്ടാണ് എല്ലാവരും പോകുന്നത്. അപ്പൊ അങ്ങനെ അവരെല്ലാം കൂടെ അംഗദനും എല്ലാവരും കൂടി പോയിട്ട് പല സ്ഥലങ്ങളിൽ തെക്കോട്ട് പോയി പല സ്ഥലങ്ങളിലൊക്കെ അന്വേഷിച്ചിട്ടും ഒരു കാര്യവുമില്ല. അപ്പൊ അങ്ങനെ അവരെല്ലാവരും കൂടി നടന്നു പോകുമ്പോഴാണ് അവരൊരു വലിയ കാട് കാണുന്നത്. ഒരു വനപ്രദേശത്ത് രത്നനിർമ്മിതങ്ങളായിരിക്കുന്ന ചൈതന്യങ്ങളോട് കൂടിയ ഒരു കാനനത്തില് ഇഷ്ടം പോലെ ഫലങ്ങൾ കിടക്കുന്നു. അതെല്ലാം ആവോളം കഴിച്ചു കഴിഞ്ഞിട്ട് അവരകത്തേക്ക് ചെല്ലുമ്പോൾ ഒരു വിചിത്രമായ രീതിയിൽ ഒരു സ്ത്രീ അവിടെ ഇരിക്കുന്നു. ചെന്നവർ ചോദിക്കുന്നു, നീ ആരാണ്, എന്താണ് ഇവിടെ ഇരിക്കുന്നതെന്ന് പറയുന്നുണ്ട്, ഞാൻ വിശ്വകർമാവിന്റെ പുത്രിയായിരിക്കുന്ന ഹേമയുടെ സഖിയായിരിക്കുന്ന സ്വയംപ്രഭയാണ്. ഞാൻ ഇവിടെ ഇരിക്കുന്നത് ഒരു പ്രത്യേക കാര്യത്തിന് വേണ്ടിയിട്ടാണ്. ദശരഥപുത്രനായിരിക്കുന്ന ശ്രീരാമചന്ദ്രന്റെ ഭാര്യയായ ധർമ്മപത്നിയായിരിക്കുന്ന സീതാദേവിയുടെ അന്വേഷണത്തിനായിട്ട് വരുന്ന വാനരന്മാർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ നൽകുന്നതിനും അവരുടെ ക്ഷീണത്തെ മാറ്റുന്നതിനും വേണ്ടിയിട്ടാണ് ഇവിടെ ഞാൻ നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കി, ഞാനൊരു കാര്യം പറഞ്ഞു തരാം. നിങ്ങൾ ഈ പെരുവഴി ഞാൻ കാണിച്ചു തരാം. ഈ പോകുന്ന ഈ വഴിയിൽ കൂടി പോയാൽ നിങ്ങൾക്ക് യാതൊരുവിധമായ തടസ്സങ്ങളും ഉണ്ടാകത്തില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യം വളരെ വ്യക്തമായിട്ട് സാധിക്കും എന്ന് പറഞ്ഞു വിടുന്നുണ്ട് സ്വയംപ്രഭ. അത് കഴിഞ്ഞ് സ്വയംപ്രഭ ഭഗവാൻ സാന്നിധ്യം ഇവിടെ തന്റെ കാട്ടിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് മനസ്സിലാക്കി സ്വയംപ്രഭ ഭഗവാന്റെ അടുക്കിലേക്ക് ചെന്ന് തൊഴുത് അദ്ദേഹത്തിൽ നിന്നും അനുഗ്രഹങ്ങളും എല്ലാം സ്വീകരിക്കുന്നു. അതിനുശേഷം ഇവരെല്ലാവരും കൂടി യുദ്ധത്തിനായി ഇവരെല്ലാവരും കൂടി അംഗാദികളുടെ സാന്നിധ്യം ഉണ്ടാകുമ്പോൾ അവർക്ക് ഇടയ്ക്ക് ഒരു സംശയം ഉണ്ടാകുന്നുണ്ട് അംഗദന്. കാരണം എന്താണ്, ഞാൻ ബാലിയുടെ പുത്രനാണ്, ബാലി എന്നത് ഭഗവാന്റെ ശത്രുവാണെന്ന് എനിക്കറിയാം. അപ്പോൾ ആ ബാലിയുടെ പുത്രനായിരിക്കുന്ന എന്നോട് ഭഗവാൻ എന്തൊക്കെയോ ഒരു വിരോധമുണ്ടോ എന്ന് തോന്നുന്നു. അതുകൊണ്ട് ഞാൻ തിരികെ അങ്ങോട്ടില്ല. നമ്മളെ എന്താണോ ഏൽപ്പിച്ചു വിട്ടിരിക്കുന്ന കാര്യം, ഈ ഏൽപ്പിച്ചു വിട്ടിരിക്കുന്ന കാര്യം വൃത്തിയായിട്ട് നമുക്ക് ചെയ്യാൻ സാധിച്ചില്ലല്ലോ. അതുകൊണ്ട് മരണം എന്തായിരുന്നാലും ഉറപ്പാണ്. അപ്പൊ അതുകൊണ്ട് ഞാനിതാ വരുന്നില്ല എന്ന് പറഞ്ഞ് അംഗദൻ മാറുമ്പോൾ മന്ത്രിയായിരിക്കുന്ന ഹനുമാൻ എന്ന് പറയുന്നത്, നിനക്കറിയില്ല, ഭഗവാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത് അംഗദ നിന്നോടാണ്. അതുകൊണ്ടാണ് നിന്നെ യുവരാജാവായിട്ട് അഭിഷേകം ചെയ്യിപ്പിച്ചത്. അപ്പൊ അതുകൊണ്ട് നീ ഒരിക്കലും തെറ്റായിട്ട് ചിന്തിക്കരുത്. നമുക്ക് അന്വേഷിക്കാം. നമ്മൾ ഒരിക്കൽ പോലും ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് മുന്നോട്ടിറങ്ങുമ്പോൾ പല തടസ്സങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകാം. ആ ബുദ്ധിമുട്ടുകളും തടസ്സങ്ങളും ഒന്നും നമ്മളെ ഒരു രീതിയിൽ നമ്മളെ സ്വാധീനിക്കരുത്. അതുകൊണ്ട് നീ ധൈര്യമായിട്ട് നീ മുന്നോട്ട് പോകൂ. ഒരു കുഴപ്പവും നിനക്ക് ഉണ്ടാകുകയില്ല. അതുകൊണ്ട് നമുക്ക് മുന്നോട്ട് കാര്യങ്ങൾ പോകാം എന്ന് പറഞ്ഞുകൊണ്ട് പോകുന്നുണ്ട്. അങ്ങനെ പോയി കഴിഞ്ഞതിന് ശേഷമാണ് വളരെ കാര്യമായിട്ട് തന്നെ മുന്നോട്ട് പോകുമ്പോഴുണ്ട് അവര് ഒരു സ്ഥലത്ത് ചെന്നിരിക്കുന്നു. സ്ഥലത്ത് ചെന്നിരുന്ന് പരസ്പരം ഇങ്ങനെ ഇരുന്ന് ശ്രീരാമചന്ദ്രന്റെയും കഥകളൊക്കെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ജഡായുവിന്റെ കഥ. ജഡായു ഇങ്ങനെ രാവണൻ പോയ വഴിക്ക് ജഡായു എന്ന ഒരു പക്ഷിശ്രേഷ്ഠൻ ചെന്ന യുദ്ധത്തിനായിട്ട് ചെല്ലുന്നുണ്ട്. പക്ഷേ രാവണൻ അദ്ദേഹത്തിന്റെ ആയുധമായിരിക്കുന്ന ചന്ദ്രഹാസം കൊണ്ട് അദ്ദേഹത്തിന്റെ ചിറകുകളെല്ലാം അരിഞ്ഞ് വീഴ്ത്തി ഭഗവാൻ ശ്രീരാമചന്ദ്രന്റെ അനുഗ്രഹം കൊണ്ട് അദ്ദേഹത്തിന് സായുജ്യം കിട്ടി. ഇതെല്ലാം കേട്ടുകൊണ്ട് മറ്റൊരു പക്ഷി അപ്പുറത്ത് നിൽപ്പുണ്ടായിരുന്നു. സമ്പാദിയായിരുന്നു അത്. അപ്പോൾ സമ്പാദി ഇതെല്ലാം കേട്ടുകൊണ്ട് അവരെ വീട്ടിൽ ചെന്നിട്ട് പറഞ്ഞു, എൻ്റെ പേര് സമ്പാദി എന്നാണ്, ഞാനും ജഡായുവും തമ്മിൽ പരസ്പരം സഹോദരങ്ങളാണ്. ഞങ്ങള് വളരെയധികം ഞങ്ങളുടെ ഒരു പൂർവ്വകാലത്ത് ഞങ്ങൾ വളരെ വലിയ ശക്തിയുള്ളവരായിരുന്നു. ഞങ്ങൾ അങ്ങനെ സൂര്യഭഗവാന്റെ അടുക്കലേക്ക്
അഹങ്കാരത്തോടു കൂടി അതിനെ പിടിച്ചു വിഴുങ്ങുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിൻ്റെ അടുക്കിലേക്ക് പോകുന്നതിന് വേണ്ടിയിട്ട് ഞങ്ങൾ അവിടത്തേക്ക് പറഞ്ഞു ചെന്നപ്പോൾ ആദ്യം മുന്നോട്ട് പോയ എൻ്റെ ശരീരത്തിലെ ചിറകുകളെല്ലാം കരിഞ്ഞ് ഞാനിവിടെ നിലംപതിച്ചതാണ്. പിന്നീട് മറ്റൊരു താമസന്റെ അനുഗ്രഹം കൊണ്ടാണ് ഞാൻ ഇപ്പോഴും ജീവിക്കുന്നത്. ഞാൻ നിങ്ങൾക്ക് വേണ്ട നിർദ്ദേശങ്ങൾ തരാം. ഇവിടുന്ന് അല്പം ദൂരെ തെക്ക് ഭാഗത്ത് മാറി അങ്ങ് ദൂരെ ഒരു സ്ഥലമുണ്ട്, ലങ്ക എന്നാണ് അതിന്റെ പേര്. അവിടെ ഒരു വൃക്ഷത്തിന്റെ ചുവട്ടിൽ സീതാദേവി ഇരിക്കുന്നത് എനിക്ക് കാണാം. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഇത്ര 100 യോജനയുണ്ട് അവിടത്തേക്ക് പോകുവാൻ. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ മറ്റു കാര്യങ്ങൾ ചെയ്തു കൊള്ളുക. അപ്പോൾ അങ്ങനെ ഈ ഒരു സമ്പാദിയുടെ ഒരു അനുഗ്രഹം കിട്ടുമ്പോൾ ഈ രാമായണത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വലിയ ഭാഗം എന്ന് പറയുന്നത് സമ്പാദിവാക്യം എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. ഒരു കുഞ്ഞെങ്ങനെ ഉണ്ടാകുന്നു ഒരു അമ്മയുടെ ഗർഭപാത്രത്തിൽ എന്ന് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു തരുന്നത് ഈ സമ്പാദിവാക്യത്തിലാണ്. അപ്പോൾ ശരീരത്തിനകത്തുണ്ടാകുന്ന ആ പുരുഷന്റെ ബീജം സ്ത്രീയുടെ അകത്തേക്ക് ചെന്ന് കഴിയുമ്പോൾ അവിടെ നിന്ന് കുഞ്ഞ് രൂപാന്തരം ഉണ്ടാകുമ്പോൾ കണ്ണുകൾക്ക് കാഴ്ചകൾ ഉണ്ടാകുന്നു, കണ്ണിലേക്ക് കൃഷ്ണമണി വരുന്നതും ചെവിക്ക് ഹോൾ വീഴുന്നതും വാ തുറക്കുന്നതും മൂക്കുകൾക്ക് ദ്വാരം വരുന്നതും വിരലുകൾ വിടരുന്നതും എല്ലാം വളരെ ഭംഗിയായിട്ട് പറയുന്നുണ്ട്. അത് വളരെ കാര്യമായിട്ട് തന്നെയാണ്. അതായത് ആ 3 മാസം കൊണ്ടാകുമ്പോൾ ആദ്യം ജീവന്റെ ചൈതന്യം അതായത് ഒരു ദിവസം കൊണ്ട് അത് ഗർഭപിണ്ഡമായി ഭവിക്കും. 5 രാത്രി കൊണ്ട് അതൊരു കുവളയുടെ ആകൃതിയാകും. വീണ്ടും 5 നാൾ കൊണ്ട് അത് മാംസപേശിയായി തീരും. പിന്നീട് അരമാസം കൊണ്ട് മാംസപേശി രക്തം നിറഞ്ഞതായി വരും. അടുത്ത 25 നാൾ കൊണ്ട് അതിൽ ജീവചലനങ്ങൾ പ്രകടമാകും. പിന്നീട് 3 മാസങ്ങൾ കൊണ്ട് അംഗങ്ങളുടെ സന്ധികൾ സജീവമാകും. 4 മാസമാകുമ്പോൾ കൈകാലുകളുടെ വിരലുകൾ തെളിഞ്ഞു വരും. 5 മാസമാകുമ്പോൾ പല്ലും നഖവും ഗുഹ്യവും കണ്ണ് കാത് മൂക്ക് ഇവയൊക്കെ രൂപാന്തരപ്പെടും. 6 മാസമാകുമ്പോൾ കർണദ്വാരങ്ങൾ തെളിയും. കർണങ്ങൾക്ക് ദ്വാരങ്ങൾ തെളിയും. അന്നേരമാണ് ചില ഗർഭിണികൾ പറയുന്ന വയറിന് വലിയ അസ്വസ്ഥത ഉണ്ടാകുന്നു എന്നൊക്കെ പറയുന്നത്. 7 മാസമാകുമ്പോൾ ബുധം ഉപസ്ഥം മുക്കിൾ എന്നിവ സ്പഷ്ടമാകും. 8-ാം മാസത്തിൽ ശിരോരോമങ്ങൾ മുളച്ചു തുടങ്ങും. 9-ാം മാസത്തിൽ ഗർഭാശയ ഭിത്തിക്കുള്ളിൽ തന്നെ ദിനം പ്രതി വളർന്നു വരികയും കൈകാലുകൾ ചലിച്ചു തുടങ്ങുകയും ചെയ്യും. 5-ാം മാസത്തിൽ തന്നെ ചൈതന്യം ഉണ്ടാകുകയും അത് പിന്നീട് മുറയ്ക്ക് നാൾതോറും പൊക്കൽ പൊടിയിലൂടെ മാതാവിന്റെ ഭക്ഷണത്തിലെ അന്നരസം സ്വീകരിച്ചു വളരുന്നു. കർമ്മബലം കൊണ്ട് അക്കാലത്ത് മൃത്യുണ്ടാവില്ല. തന്റെ പൂർവജന്മങ്ങളിലെയും കർമ്മങ്ങളെയും കുറിച്ച് നിരന്തരം ചിന്തിച്ചുകൊണ്ട് മാതൃഗർഭത്തിൽ ചൂട് താങ്ങാനാവാത്ത തന്റെ സ്ഥിതികൾക്കുള്ള കാരണങ്ങളെ ചിന്തിക്കും. അപ്പോൾ അങ്ങനെ ഇന്നത്തെ കാലത്ത് ശരിക്കും സമ്പാദ്യവാക്യം എന്ന് പറയുന്ന ഒരു വലിയ ശാസ്ത്രമാണ്. ഇന്ന് ആധുനിക ഉപകരണങ്ങളുടെ സഹായത്തോടു കൂടിയാണ് ഇന്ന് പലരും എല്ലാം കണ്ടുപിടിക്കുന്നതെല്ലാം. പക്ഷെ ഇതൊന്നും ഉണ്ടാകാതിരുന്ന കാലത്ത് തന്നെ ഒരു താമസനെ പോലെയുള്ള ഒരാള് രാമായണത്തിനകത്തിൽ സമ്പാദ്യവാക്യത്തിലൂടെ ഗർഭാവസ്ഥയിൽ ഇരിക്കുന്ന ഒരു ചൈതന്യത്തിന്റെ രൂപാന്തരങ്ങൾ എന്താണെന്ന് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു തന്നത് സമ്പാദ്യവാക്യത്തിലാണ്. അപ്പോൾ അങ്ങനെ അത് നമ്മൾ ഏറ്റവും കൂടുതൽ കാര്യം ശ്രദ്ധിക്കേണ്ടതാണ്. പല സ്ഥലങ്ങളിൽ നമ്മൾ ജനിക്കുന്നുണ്ട്. എത്രയെത്ര പുത്രന്മാർ, എത്രയെത്ര ഭാര്യമാർ, എത്രയോ ബന്ധുക്കൾ, എത്രമാത്രം സമ്പത്ത്, ഇവയെല്ലാം നമ്മൾ കൂടിക്കണക്കിൽ ഉണ്ടായി കഴിഞ്ഞവരാണ്. കഴിഞ്ഞ ജന്മം ഞാൻ മറ്റൊരു അച്ഛൻ്റെ അമ്മയുടെ മകനായിരുന്നു. കഴിഞ്ഞ ജന്മത്തിൽ ഞാൻ മറ്റാരുടെയോ ഭർത്താവ് അല്ലെങ്കിൽ ഭാര്യയായിരുന്നു. അപ്പൊ നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ ഇങ്ങോട്ട് വരുന്നത്, എന്തെല്ലാം ഉണ്ടാക്കി, എന്തെങ്കിലും നമ്മുടെ കയ്യിൽ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഒന്നുമില്ല. എന്നാൽ എല്ലാം ഉണ്ടാക്കിയത് നമ്മളല്ലേ, ഇതെല്ലാം അനുഭവിച്ചത് നമ്മളല്ലേ എന്ന് നമ്മൾ ചിന്തിക്കും. അപ്പോൾ എന്തായിരുന്നാലും പ്രിയ സുഹൃത്തുക്കളെ, നമ്മൾ ചിന്തിക്കപ്പെടേണ്ട കാര്യം ഉത്തമനായിരിക്കുന്ന സമ്പാദികൾ പറഞ്ഞു കൊടുത്ത സമ്പാദിയുടെ വാക്യം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കപ്പെടേണ്ടതാണ്. ജീവിതത്തിൽ നമ്മളെല്ലാം ഉണ്ടാക്കിയെങ്കിൽ പോലും ഇതെല്ലാം നമ്മളുടേതാണെന്ന് അഹങ്കരിച്ചാൽ പോലും ഇതൊന്നും നമുക്കുള്ളതല്ല എന്ന് പരമാർത്ഥത്തെ നമ്മൾ മനസ്സിലാക്കുന്നു. അങ്ങനെ സമ്പാദിയുടെ അനുഗ്രഹങ്ങളെല്ലാം വാക്യങ്ങളെല്ലാം കേട്ടിട്ട് സൂര്യവംശജാതനായിരിക്കുന്ന ശ്രീരാമചന്ദ്രന്റെ ധർമ്മപത്നിയായിരിക്കുന്ന സീതാദേവിയുടെ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് എല്ലാവരും കൂടി ആലോചിക്കുന്നുണ്ട്. സമുദ്രത്തിനപ്പുറത്തേക്ക് എങ്ങനെ പോകും? അപ്പോഴാണ് എല്ലാവരും കൂടി ആലോചിച്ചത്. ഒന്നും എല്ലാവരും പറയുന്നുണ്ട്, എനിക്ക് അങ്ങോട്ട് ചാടാൻ പറ്റും, പക്ഷെ ഇങ്ങോട്ട് ചാടി വരാൻ പ്രയാസമാണ്. ഞാൻ 50 യോജന ചാടും, 75 യോജന ചാടും, എല്ലാം കഴിവുകൾ ഉണ്ടെങ്കിൽ പോലും പൂർത്തിയാക്കാൻ ആർക്കും സാധിക്കത്തില്ല. അപ്പൊ ഇത് കണ്ടപ്പോഴാണ് ജാമ്പവാൻ ചെന്നിട്ട് ഹനുമാന്റെ അടുക്കലേക്ക് ചെന്നിട്ട് പറഞ്ഞത്, അല്ലയോ ഹനുമാനെ, നീ ആരാണെന്ന് നിനക്കറിയാമോ? നിനക്കറിയില്ല നിന്റെ ശക്തി എന്താണെന്ന്.
നീ മിണ്ടാതെ എല്ലാവരും കാര്യം പറയുമ്പോൾ നീ മിണ്ടാതെ മാറിപ്പോയിരിക്കുന്നതിന്റെ അർത്ഥം എന്താണ്? നമ്മളുടെ ശരീരത്തിനകത്ത് നമുക്കുള്ള ചൈതന്യം എന്താണെന്ന് സ്വയം മനസ്സിലാക്കാൻ പറ്റാതെ പോയതാണ് ഹനുമാനെ നിന്റെ കുഴപ്പം. അപ്പൊ അതുകൊണ്ട് നിനക്കറിയാമോ, നീ പണ്ട് സൂര്യഭഗവാന്റെ അടുക്കലേക്ക് പോയിരുന്നു. സൂര്യൻ ഒരു ഭക്ഷണമാണ് എന്ന് വിചാരിച്ച് നീ സൂര്യന്റെ അടുക്കിലേക്ക് പോയിരുന്നു. അങ്ങനെ സൂര്യന്റെ അടുക്കിലേക്ക് നീ പോയപ്പോൾ ഇതാ ഒരു കൊച്ചു ഒരു വാനരൻ ഇതാ ചാടി വരുന്നത് കണ്ടിട്ട് അത് കണ്ട ഇന്ദ്രൻ പറഞ്ഞത്, ഇവൻ ഇത്രയും കുട്ടിക്കാലത്ത് അവൻ ഇത്രയും വലിയ ഉയരത്തിലേക്ക് അവൻ വരുന്നുവെങ്കിൽ അവൻ നാളെ എനിക്ക് ദോഷമാകുമെന്ന് വിചാരിച്ച് തന്റെ കയ്യിലിരുന്ന വജ്രായുധം കൊണ്ട് അവൻ മുഖത്തൊരടി കൊടുത്തു എന്നാണ്. അപ്പൊ മുഖത്ത് കൊടുത്ത അടി കൊണ്ട് ഹനുവിനേറ്റ അടി കിട്ടിയത് കൊണ്ടാണ് ഹനുമാനായി മാറിയത്. അങ്ങനെ സൂര്യനെ ചെന്ന് പിടിച്ചു വിഴുകാനായി ചെല്ലുന്നതൊക്കെ കഥകളൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് അത്ര കണ്ട് ശക്തി ഉള്ളവരാണ് നീ. അപ്പൊ അതുകൊണ്ട് നീ ആദ്യം ഒരു കാര്യം മനസ്സിലാക്കൂ, നിന്നെക്കൊണ്ട് ഇത് സാധിക്കും, നീ അതിനു വേണ്ടിയിട്ട് തയ്യാറെടുക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് ജാമ്പവാനും മറ്റുള്ളവരുമെല്ലാം ഹനുമാനെ കൂടുതൽ പ്രചോദിതനാക്കിക്കൊണ്ട് നിന്നെ കൊണ്ട് ഇതെല്ലാം സാധിക്കും എന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നു. അങ്ങനെ ഇത്രയും പറഞ്ഞുകൊണ്ട് കിഷ്കിന്ധ്യ കാണ്ഡം എന്ന് പറയുന്ന ഭാഗം ഇവിടെ സമാപ്തിയിലേക്ക് എത്തുകയാണ്, സമർപ്പിക്കപ്പെടുകയാണ്. നമുക്ക് വീണ്ടും ഇനിയും 24ാമത് ദിവസം ഇത് കഴിഞ്ഞുകൊണ്ട് 25ാമത് ദിവസം ചൊവ്വാഴ്ച ദിവസം നമുക്ക് വീണ്ടും കാണാം എന്ന് ഒരിക്കൽ കൂടി പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നന്മകൾ ഉണ്ടാകട്ടെ, നല്ല ദിവസങ്ങൾ ഉണ്ടാകട്ടെ എന്ന് ഒരിക്കൽ കൂടി പ്രാർത്ഥിക്കുന്നതോടൊപ്പം തന്നെ നമുക്ക് എല്ലാ ഐശ്വര്യങ്ങളും ജഗദീശ്വരൻ നൽകട്ടെ. നിങ്ങളുടെ അനുഗ്രഹം എനിക്കുണ്ടാകണം, എല്ലാ ഐശ്വര്യങ്ങളും നിങ്ങൾക്കും ഉണ്ടാകട്ടെ, ജഗദീശ്വരൻ നൽകട്ടെ എന്ന് ഒരിക്കൽ കൂടി പ്രാർത്ഥിക്കുന്നു. നമസ്കാരം.